മൂടിവെക്കപ്പെട്ട സത്യങ്ങൾ, നീതി തേടുന്ന ജനങ്ങൾ, കണ്ടിട്ടും കാണാത്ത അധികൃതർ തുറന്നു കാട്ടുകയാണ് സിറ്റി വിഷൻ. ഇനിയും പുറത്തു വരാത്ത നേരിന്റെ വലിയ കഥകൾ തേടിയൊരു യാത്ര, ദ ബിഗ് സ്റ്റോറി. വിളകളുടെ കരുത്തുറ്റ വളർച്ചയ്ക്കും മണ്ണിലെ ജൈവഘടന നിലനിർത്തുന്നതിനും അഴുകൽ, തട്ടമറിച്ചിൽ ഇവയെ പ്രതിരോധിക്കുന്നതിനും സഹായിക്കുന്നു. നിർമ്മാതാക്കൾ ശ്രീലക്ഷ്മി എന്റർപ്രൈസസ്, ആമയാർ. KG's Jewelry, കോട്ടയം കട, സിൻസ് 1950. പരിശുദ്ധ സ്വർണം വിശ്വസ്ത കരങ്ങളിലൂടെ. ആ ഷോപ്സ് കട്ടപ്പന, ചെറുതോണി, അടിമാലി, നെടുങ്കണ്ടം, രാജാക്ക. 1.5 പതിറ്റാണ്ടിലേറെയായുള്ള സേവന പാരമ്പര്യവുമായി ഡോക്ടേഴ്സ് ക്ലിനിക്കൽ ആൻഡ് ഡയഗ്നോസ്റ്റിക് ലബോറട്ടറി, രാജാക്കാട്. ഹൈടെക് മെഷീനറികളുടെ സഹായത്തോടെ രോഗനിർണയം ഇനി കുറഞ്ഞ സമയത്തിനുള്ളിൽ. 300 ml ഫുൾ റൂം എക്സ്റേ ആൻഡ് 12 ചാനൽ ഡിജിറ്റൽ ECG. വിവിധ രോഗനിർണയങ്ങൾക്കായി മൾട്ടി സ്പെഷ്യാലിറ്റി ലബോറട്ടറി. എല്ലാവിധ ലബോറട്ടറി ടെസ്റ്റുകളും സ്പെഷ്യൽ ടെസ്റ്റുകളും 1 മണിക്കൂറിനുള്ളിൽ. വിവിധ ചെക്കപ്പ് പാക്കേജുകൾ. വിദഗ്ധ ടെക്നീഷ്യന്മാരുടെ നേതൃത്വത്തിൽ 100% ക്വാളിറ്റിയോടുകൂടിയുള്ള ടെസ്റ്റ് റിസൾട്ടുകൾ. 10% മുതൽ 50% വരെ വിലക്കുറവിൽ ഇംഗ്ലീഷ് മരുന്നുകൾ ലഭ്യമാക്കാൻ സഹകാർ മെഡിക്കൽസ് ആൻഡ് സർജിക്കൽസ്, SNDP ഷോപ്പിംഗ് കോംപ്ലക്സ്, DCDL മൾട്ടി സ്പെഷ്യാലിറ്റി ലബോറട്ടറിക്ക് സമീപം, പഞ്ചായത്ത് റോഡ്, രാജാക്കാട്. ഡോക്ടേഴ്സ് ക്ലിനിക്കൽ ആൻഡ് ഡയഗ്നോസ്റ്റിക് ലബോറട്ടറി, രാജാക്കാട്. ഏറ്റവും കുറഞ്ഞ വിലയിൽ എല്ലാ മെറ്റീരിയൽസും ഉത്തരവാദിത്തത്തോടുകൂടി സൈറ്റിലെത്തിച്ച് നൽകും. കരുത്തു പകരുന്നു തലമുറകളോളം. NK ട്രേഡിംഗ് കമ്പനി, ഇരട്ടയാർ. ഹാപ്പി ബർത്ത്ഡേ പപ്പ. ഇത് എന്നതടി കൊച്ചേ? ഇത് പപ്പയുടെ തലവരെ മാറ്റുന്നൊരു ഗിഫ്റ്റാ. ഇതോടെ എല്ലാ പ്രശ്നവും മാറും. ഇവൻ കനിയാതെ നമ്മുടെ പ്രശ്നം തീരില്ല മോളെ. പപ്പ ഇത് ആദ്യം ഒന്ന് തുറന്നു നോക്ക്. പപ്പ ഇത് ഉപയോഗിച്ച് നോക്ക്. പപ്പയുടെ ഇലച്ചെടികൾ ഇനി 100 മിനി വിളവ് തരും. ഇതെന്റെ ഉറപ്പല്ല, ഉപയോഗിച്ച് വിജയിച്ച 100 കണക്കിന് കർഷകരുടെ ഉറപ്പാ. ശക്തമായ വേരുപടലവും കരുത്തുറ്റ ചിമ്പുകളും ചരങ്ങളും ഇന്ദ്രജാലിലൂടെ ചെടിയിൽ നിറയെ പൂക്കളും അതുവഴി ധാരാളം കായ്ഫലവും ഉണ്ടാകാൻ അമിമാക്സ്. ചെടിയുടെ സമഗ്ര വളർച്ചയ്ക്കും കരുത്തിനും ചമത്കാർ. ഒരു ഹൈഫീൽഡ് AG ഉൽപ്പന്നം. കേരളത്തിലെ അംഗീകൃത വിതരണക്കാർ അഗ്രോ പാർക്ക്, നെടുങ്കണ്ടം. ജില്ലയിലെ എല്ലാ കൃഷിമരുന്ന് കടകളിലും ലഭ്യമാണ്. നമസ്കാരം, സിറ്റി വിഷൻ വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. വനിതാ പോലീസ് ഉദ്യോഗസ്ഥ വസ്ത്രം മാറുന്നത് ഒളിക്യാമറയിൽ പകർത്തി ഭീഷണിപ്പെടുത്തിയ പോലീസ് ഉദ്യോഗസ്ഥൻ അറസ്റ്റിൽ. വണ്ടിപ്പെരിയാർ സ്റ്റേഷനിലെ വൈശാഖാണ് അറസ്റ്റിലായത്. വൈശാഖിനെ സസ്പെൻഡ് ചെയ്തു. ഗവർണർക്കെതിരെ പ്രതിഷേധം ശക്തമാക്കി CPI, AIYF സംഘടനകൾ. മൂന്നാറിലെത്തിയ ഗവർണറെ പ്രവർത്തകർ കരിങ്കൊടി കാണിച്ചു. ഗോബാക്ക് വിളികളോടെയാണ് കരിങ്കൊടി കാട്ടിയത്. കാട്ടുപന്നിക്കൂട്ടത്തിന്റെ ആക്രമണത്തിൽ സ്കൂട്ടർ യാത്രികനായ യുവാവിന് പരിക്ക്. മയിലാടുംപാറ മാലിക്കുടിയിൽ അനൂപ് ജോർജിനാണ് പരിക്കേറ്റത്. അനൂപിന്റെ കാലിനും കൈക്കും ഗുരുതര പരിക്കുണ്ട്. കാലവർഷത്തിലുണ്ടായ കൃഷിനാശത്തിന് കർഷകർക്ക് വേണ്ട ധനസഹായം നൽകുന്നത് വേഗത്തിലാക്കുമെന്നും സംസ്ഥാന കൃഷി വകുപ്പ് മന്ത്രി P. പ്രസാദ് ഉറപ്പ് നൽകിയെന്ന് CPI ജില്ലാ സെക്രട്ടറി K. സലിംകുമാർ. വിശദമായ വാർത്തകളിലേക്ക്. വനിതാ പോലീസ് ഉദ്യോഗസ്ഥ വസ്ത്രം മാറുന്നത് ഒളിക്യാമറയിൽ പകർത്തി ഭീഷണിപ്പെടുത്തിയ സഹപ്രവർത്തകനായ പോലീസ് ഉദ്യോഗസ്ഥനെ അറസ്റ്റ് ചെയ്തു. വണ്ടിപ്പെരിയാർ പോലീസ് സ്റ്റേഷനിലെ ഉദ്യോഗസ്ഥനായ വൈശാഖാണ് അറസ്റ്റിലായത്. കഴിഞ്ഞ 7 മാസക്കാലമായി പകർത്തിയ മുഴുവൻ ദൃശ്യങ്ങളും വൈശാഖിന്റെ മൊബൈലിൽ കണ്ടെടുത്തു. കഴിഞ്ഞ ദിവസമാണ് സംഭവം പുറത്തറിയുന്നത്. വനിതാ പോലീസ് ഉദ്യോഗസ്ഥയെ അവരുടെ നഗ്നചിത്രങ്ങൾ ഒളിക്യാമറയിൽ പകർത്തി ഭീഷണിപ്പെടുത്തുകയായിരുന്നു വൈശാഖ്. ഉദ്യോഗസ്ഥ വസ്ത്രങ്ങൾ മാറുന്ന ദൃശ്യങ്ങൾ മൊബൈലിലൂടെ ഉദ്യോഗസ്ഥയ്ക്ക് തന്നെ അയച്ചു നൽകുകയും ഭീഷണിപ്പെടുത്തുകയും ചെയ്തു. തുടർന്ന് ഉദ്യോഗസ്ഥ വനിതാ സെല്ലിലും സൈബർ ക്രൈമിലും നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ഇടുക്കി SP-യുടെ നേതൃത്വത്തിൽ ഇയാളെ അറസ്റ്റ് ചെയ്യുന്നത്. ഇതിനൊപ്പം നടത്തിയ അന്വേഷണത്തിൽ കഴിഞ്ഞ 7 മാസക്കാലമായി വണ്ടിപ്പെരിയാർ പോലീസ് സ്റ്റേഷനിലെത്തി ജോലി ചെയ്തിട്ടുള്ള മുഴുവൻ വനിതാ പോലീസ് ഉദ്യോഗസ്ഥരുടെയും നഗ്നചിത്രങ്ങൾ ഇവർ അറിയാതെ വനിതാ പോലീസ് ഉദ്യോഗസ്ഥർക്ക് വസ്ത്രം മാറുന്നതിന് ഏർപ്പെടുത്തിയ റൂമിൽ ഒളിക്യാമറ വയ്ക്കുകയും ഇത് മൊബൈലിൽ കണക്ട് ചെയ്യുകയും ചെയ്തു.
മണ്ഡലകാലം മുതൽ വണ്ടിപ്പെരിയാർ സ്റ്റേഷനിൽ ഡ്യൂട്ടിക്ക് വന്ന പോലീസ് ഉദ്യോഗസ്ഥരുടെ ദൃശ്യങ്ങൾ ഉൾപ്പെടെ വൈശാഖിന്റെ മൊബൈൽ ഉണ്ടെന്നാണ് വിവരം. തുടർന്നാണ് സൈബർ കുറ്റം ഉൾപ്പെടെ ചുമത്തി ഇയാളെ അറസ്റ്റ് ചെയ്ത് കോടതിയിൽ ഹാജരാക്കിയത്. സംഭവ സ്ഥലത്തെത്തിച്ച് തെളിവെടുപ്പും നടത്തി. അന്വേഷണ വിധേയമായി വൈശാഖിനെ സർവീസിൽ നിന്ന് സസ്പെൻഡ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. സിറ്റി വിഷൻ, വണ്ടിപ്പെരിയാർ. ഗവർണർക്കെതിരെ പ്രതിഷേധം ശക്തമാക്കി CPI AIYF പ്രവർത്തകർ. മൂന്നാറിലെത്തിയ ഗവർണറെ പ്രവർത്തകർ കരിങ്കൊടി കാണിച്ചു. പ്രതിഷേധമായിട്ടെത്തിയ പ്രവർത്തകരെ പിടിച്ചുമാറ്റാൻ പോലീസ് ശ്രമിച്ചെങ്കിൽ ഗവർണറുടെ വാഹനത്തിനു മുന്നിൽ നിന്ന് പ്രവർത്തകർ ഗോ ബാക്ക് വിളികളോടെയാണ് കരിങ്കൊടി കാട്ടിയത്. ഭാരതാംബ വിവാദത്തിൽ രൂക്ഷ വിമർശനമാണ് CPI മന്ത്രിമാരും സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വമടക്കം ഗവർണർക്കെതിരെ ഉന്നയിച്ചത്. RSSന്റെ ഭാരതാംബയ്ക്ക് മുന്നിൽ മുട്ടുമടക്കുവാൻ CPI നേതാക്കളെയും മന്ത്രിമാരെയും കിട്ടില്ലെന്ന് CPI നേതൃത്വം വ്യക്തമാക്കുകയും ചെയ്തിരുന്നു. സംസ്ഥാനത്താകെ ഗവർണറുടെ നിലപാട് വിവാദങ്ങൾക്കും പ്രതിഷേധത്തിനും ഇടയാക്കിയതിനൊപ്പമാണ് സംസ്ഥാനത്താകെ ഗവർണർക്കെതിരെ CPIയും AIYFും പ്രതിഷേധം ശക്തമാക്കി രംഗത്തെത്തിയത്. ഇതിന്റെ ഭാഗമായിട്ടാണ് ചിന്നക്കനാലിലെ പരിപാടിയിൽ പങ്കെടുക്കാനായി മൂന്നാർ വഴിയെത്തിയ ഗവർണറെ ടൗണിൽ വെച്ച് പ്രവർത്തകർ കരിങ്കൊടി കാട്ടിയത്. RSSന്റെ ശിങ്കിടിയായ ഗവർണർ തിരിച്ചു പോകണമെന്നായിരുന്നു പ്രതിഷേധക്കാരുടെ ആവശ്യം. പോലീസ് പ്രവർത്തകരെ തടയാൻ ശ്രമിച്ചെങ്കിലും മുദ്രാവാക്യം വിളിച്ച കരിങ്കൊടി വീശി പ്രതിഷേധം അറിയിച്ചു. സിറ്റി വിഷൻ, മൂന്നാർ. നെടുങ്കണ്ടം മയിലാടുംപാറയിൽ കാട്ടുപന്നിക്കൂട്ടത്തിന്റെ ആക്രമണത്തിൽ യുവാവിന് പരിക്കേറ്റു. മയിലാടുംപാറ മാലിക്കുടിയിൽ അനൂപ് ജോർജിനാണ് പരിക്കേറ്റത്. ജോലി കഴിഞ്ഞ് വീട്ടിലേക്ക് സ്കൂട്ടറിൽ പോകുന്നതിനിടയിൽ കാട്ടുപന്നിക്കൂട്ടം ഇടിച്ചു തെറിപ്പിക്കുകയായിരുന്നു. നാട്ടുകാരെത്തിയാണ് അനൂപിനെ ആശുപത്രിയിൽ എത്തിച്ചത്. കഴിഞ്ഞ ദിവസമാണ് സംഭവം നടന്നത്. CCTV ടെക്നീഷ്യനായ അനൂപ് നെടുങ്കണ്ടത്ത് ജോലി കഴിഞ്ഞ് മയിലാടുംപാറയിലെ വീട്ടിലേക്ക് സ്കൂട്ടറിൽ മടങ്ങുമ്പോഴാണ് അപകടം. കുമളി മൂന്നാർ സംസ്ഥാന പാതയിൽ മയിലാടുംപാറയ്ക്ക് സമീപം എത്തിയപ്പോൾ കാട്ടുപന്നിക്കൂട്ടം സ്കൂട്ടർ ഇടിച്ച് മറിക്കുകയായിരുന്നു. ഇടിയുടെ ആഘാതത്തിൽ തെറിച്ചു വീണ അനൂപിന്റെ കാലിനും കൈക്കും പരിക്കേറ്റു. റോഡരികിലെ പാറയിൽ തലയിടിച്ചാണ് വീണത്. ഹെൽമറ്റ് വെച്ചതിനാൽ തലയ്ക്ക് പരിക്കേറ്റില്ല. നാട്ടുകാർ ഉടൻ തന്നെ നെടുങ്കണ്ടം താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ച് ചികിത്സ നൽകി. ഒരു കൂട്ടം പന്നിയുടെ സ്കൂട്ടറുടെ ഫ്രണ്ടിലേക്ക് എടുത്ത് ചാടുകയും പന്നിക്കൂട്ടത്തിലേക്ക് എൻ്റെ സ്കൂട്ടർ കയറി പന്നികൾ തന്നെ റോട്ടിലിടിച്ചിടുകയും ചെയ്തു. ഇവിടെ വന്ന് എൻ്റെ ഒരു കൂട്ടുകാരൻ രാജേഷ് തക്ക സമയത്ത് അവിടെ എത്തുകയും അവിടുന്ന് നെടുങ്കണ്ടം താലൂക്ക് ആശുപത്രിയിലേക്ക് കൊണ്ടുപോവുകയും ചെയ്തു. മേഖലയിൽ കാട്ടുപന്നിയുടെ ശല്യം അതിരൂക്ഷമാണ്. സംസ്ഥാന പാതയിലടക്കം വൈകുന്നേരങ്ങളിലും പുലർച്ചെയിലും കാട്ടുപന്നിയുടെ സാന്നിധ്യം പതിവാണ്. സിറ്റി വിഷൻ, നെടുങ്കണ്ടം. ഇടുക്കി വന്യജീവി സങ്കേതത്തിലെ കണ്ണമ്പടി വനമേഖലയിൽപ്പെട്ട 12 ആദിവാസി ഊരുകളെ സംരക്ഷിക്കുന്ന പദ്ധതിക്ക് കരാറായി. സർക്കാർ നിയന്ത്രണത്തിലുള്ള കേരള പോലീസ് ഹൗസിംഗ് കൺസ്ട്രക്ഷൻ കമ്പനിയാണ് 4.0863 കോടി രൂപയ്ക്ക് ടെൻഡർ എടുത്തത്. 17.07 കിലോമീറ്റർ ട്രെഞ്ച്, 6 കിലോമീറ്റർ സൗരവേലി എന്നിവ നിർമ്മിക്കുന്ന ബൃഹത് പദ്ധതിക്ക് നബാർഡാണ് ധനസഹായം നൽകുന്നത്. സോഫ്റ്റ്വെയറിലെ അപ്ഡേഷൻ താമസിച്ചതാണ് വിശദമായ എസ്റ്റിമേറ്റ് തയ്യാറാക്കുന്നതിന് താമസം നേരിട്ടത്. കരാർ കമ്പനിയുടെ ചുമതലയിൽ ഉപകരാർ നൽകി താമസിയാതെ നിർമ്മാണം ആരംഭിക്കും. മേമാരി, ചൊക്കള്ളി, ചെമ്പകശ്ശേരി, പെരുമ്പൻ, ഈട്ടിക്കപ്പടി, നാഗമുത്തി, കണ്ണമ്പടി, കിഴുകാനം, ചന്ദനക്കാനം, ചെമ്പകപ്പാറ, കല്ലേക്കുളം, കിഴുകാനം, പൂക്കൊമ്പൻപടി, പുള്ളിവേലി, ഗിരീഷ്പടി, പാറൻതോട്ടം, കുമരികുളം, കോയിപ്രാമ്പടി, മേമാരി, EDC പടി, ജെയിംസ് പടി, വനാതിർത്തികളിൽ ട്രെഞ്ചും, ഇഞ്ചപ്പാറ, വൻമാവ്, കൊല്ലത്തിക്കാവ്, കോതപാറ വനാതിർത്തികളിൽ സൗരവേലിയും നിർമ്മിക്കും. വനത്തിനുള്ളിലെ കണ്ണമ്പടിയിൽ 12 ആദിവാസി ഊരുകളാണുള്ളത്. 1200 കുടുംബങ്ങളുണ്ട്. പരമ്പരാഗതമായി താമസിക്കുന്ന ഇവർക്ക് പുറമെ ഇടുക്കി പദ്ധതിക്ക് വേണ്ടി മുത്തൻപടി താഴെ, ചെറുശ്ശേരിത്തടം, കെട്ടുചിറ പ്രദേശങ്ങളിൽ നിന്നും കുടിയിറക്കി സർക്കാർ കുടിയിരുത്തിയവരും ഇവിടെയാണ് താമസം. കൃഷി ചെയ്തും വനവിഭവങ്ങൾ ശേഖരിച്ചുമാണ് കുടുംബങ്ങൾ ഉപജീവനം നടത്തുന്നത്. എന്നാൽ കാട്ടാനയും കാട്ടുപന്നിയും ഇവിടെ കൃഷി വ്യാപകമായി നശിപ്പിക്കുന്നുണ്ട്. ഇതിന് പരിഹാരമായാണ് വനം വകുപ്പിന്റെ പദ്ധതി. വന്യമൃഗങ്ങൾ കയറാൻ സാധ്യതയുള്ള 23.07 കിലോമീറ്റർ പ്രദേശം സുരക്ഷിത വലയത്തിനുള്ളിലാക്കും. ബാക്കി ഭാഗം വനമേഖലയല്ലാത്തതിനാൽ ഇതുവഴി വന്യമൃഗങ്ങൾ കയറില്ല എന്ന പ്രതീക്ഷയാണുള്ളത്. സിറ്റി വിഷൻ, ഉപ്പുതറ.
കാലവർഷത്തിലുണ്ടായ കൃഷിനാശത്തിന് കർഷകർക്ക് വേണ്ട ധനസഹായം നൽകുമെന്നും നടപടികൾ വേഗത്തിലാക്കുമെന്നും സംസ്ഥാന കൃഷി വകുപ്പ് മന്ത്രി പി പ്രസാദ് ഉറപ്പു നൽകിയെന്ന് CPI ജില്ലാ സെക്രട്ടറി കെ സലിംകുമാർ അറിയിച്ചു. നിലവിൽ കൃഷിനാശം വിലയിരുത്തി വരികയാണെന്നും അതിനുശേഷം കർഷകർക്ക് ധനസഹായം എത്തിച്ചു നൽകുമെന്നും സലിംകുമാർ പറഞ്ഞു. അതേസമയം കനത്ത തിരിച്ചടി ഏറ്റുവാങ്ങിയ ഏലം കർഷകരെ സ്പൈസസ് ബോർഡ് കണ്ടില്ലെന്ന് നടിക്കുകയാണെന്നും സലിംകുമാർ കുറ്റപ്പെടുത്തി. കാലവർഷ ആരംഭത്തിൽ തന്നെ കേരളത്തിൽ വലിയ രീതിയിലുള്ള കൃഷിനാശമാണ് ഉണ്ടായത്. ഇടുക്കി ജില്ലയിൽ മാത്രം 954.7 ലക്ഷത്തിന്റെ കൃഷിനാശമുണ്ടായി. 501.66 ഹെക്ടർ ഭൂമിയിലെ 6477 കർഷകരുടെ കൃഷിയാണ് നശിച്ചത്. ഏറ്റവും അധികം കൃഷിനാശമുണ്ടായത് അടിമാലി ബ്ലോക്കിലാണ്. 54.75 ഹെക്ടർ സ്ഥലത്തെ കൃഷി. 1719 കർഷകരുടെ കൃഷി നശിച്ചു. 227.63 ലക്ഷം രൂപയുടെ നഷ്ടമാണ് ഇവിടെ ഉണ്ടായത്. നെടുങ്കണ്ടം ബ്ലോക്കിൽ 28 ലക്ഷം രൂപയുടെ നഷ്ടവും കട്ടപ്പനയിൽ 108 ലക്ഷം രൂപയുടെയും ദേവികുളത്ത് 27.63 ഇളന്തേശത്ത് 29.16 ഇടുക്കിയിൽ 156.34 പീരുമേട് 132.33 തൊടുപുഴയിൽ 14.54 ലക്ഷം രൂപയുടെയും നാശനഷ്ടമുണ്ടായി. കാലവർഷത്തിന്റെ തുടക്കത്തിൽ തന്നെ വാഴകൃഷി വ്യാപകമായാണ് നശിച്ചത്. 370.67 ലക്ഷം രൂപയുടെ നാശനഷ്ടം കർഷകർക്കുണ്ടായി. കുരുമുളകും വ്യാപകമായി നശിച്ചു. ഈ സാഹചര്യത്തിലാണ് കർഷകർക്ക് വേണ്ട അടിയന്തര സഹായം നൽകണമെന്ന ആവശ്യം CPI ജില്ലാ സെക്രട്ടറി കെ സലിംകുമാർ കൃഷിവകുപ്പ് മന്ത്രി പി പ്രസാദിനെ അറിയിച്ചത്. നിലവിൽ കൃഷിനാശവുമായി ബന്ധപ്പെട്ട കണക്കെടുപ്പ് സംസ്ഥാനത്ത് നടന്നുവരികയാണെന്നും ഇത് വേഗത്തിലാക്കി ധനസഹായം വിതരണം നടത്തുന്നതിന് നടപടി സ്വീകരിക്കുമെന്ന് മന്ത്രി ഉറപ്പു നൽകിയതായും സലിംകുമാർ പറഞ്ഞു. ഇപ്പോൾ ഉണ്ടായിട്ടുള്ള കൃഷിക്കാർക്കുണ്ടായിട്ടുള്ള ഈ പ്രത്യാഘാതത്തിന് ഒരു പരിഹാരമുണ്ടാക്കുവാൻ വേണ്ടിയിട്ടുള്ള അടിയന്തര നടപടി ഉണ്ടാകണമെന്ന് ബഹുമാനപ്പെട്ട കൃഷി വകുപ്പ് മന്ത്രി CPI നേതാവ് കൂടിയായിട്ടുള്ള സഖാവ് പി പ്രസാദിനോട് ആവശ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ കൃഷി മേഖലയിൽ ഉണ്ടായിട്ടുള്ള നാശനഷ്ടം വിലയിരുത്തിക്കൊണ്ടിരിക്കുകയാണ്. ആ വിലയിരുത്തുന്ന നടപടിയെ വേഗത്തിലാക്കുകയും കൃഷിക്കാർക്ക് അർഹമായ തരത്തിലുള്ള നഷ്ടപരിഹാരം കൊടുത്ത് അവരെ സഹായിക്കുകയും ചെയ്യണമെന്ന് കൃഷി വകുപ്പ് മന്ത്രിയോട് ആവശ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ അടിയന്തര നടപടി ഉണ്ടാകുമെന്ന് മന്ത്രി നമുക്ക് ഉറപ്പു നൽകിയിരിക്കുകയാണ്. ഹൈറേഞ്ചിലെ കർഷകർ ഏറ്റവും കൂടുതൽ ആശ്രയിക്കുന്ന ഏലം കൃഷിക്കും കനത്ത തിരിച്ചടിയാണ് കാലവർഷം സമ്മാനിച്ചത്. 200 ഹെക്ടർ ഭൂമിയിലെ ഏലം കൃഷിയാണ് തകർത്തെറിഞ്ഞത്. 2024 ഉണ്ടായ കടുത്ത വരൾച്ചയും ഏലം കൃഷിക്ക് കനത്ത തിരിച്ചടി നൽകിയിരുന്നു. എന്നാൽ ഏലം കർഷകരെ സഹായിക്കേണ്ട സ്പൈസസ് ബോർഡ് ഒരുവിധ ആനുകൂല്യവും കർഷകർക്ക് നൽകിയിരുന്നില്ല. ഏലം കർഷകരെ ചേർത്ത് നിർത്തിയത് സംസ്ഥാന കൃഷിവകുപ്പാണെന്നും കൃഷിവകുപ്പ് അനുവദിച്ച 10 കോടി രൂപ ഇപ്പോൾ കർഷകരിലേക്ക് എത്തിത്തുടങ്ങിയിട്ടുണ്ടെന്നും സലിംകുമാർ പറഞ്ഞു. സിറ്റി വിഷൻ, രാജാക്കാട്. ഇത്തവണ ലഭിച്ച അധിക മഴ ജാതി കർഷകർക്ക് കടുത്ത പ്രതിസന്ധിയാകുന്നു. തുടർച്ചയായി മഴ പെയ്തതോടെ ജാതിമരങ്ങളിൽ വെള്ളക്കായ പൊട്ടുന്നതാണ് കർഷകർക്ക് വിനയായിട്ടുള്ളത്. ഇത് വരും ദിവസങ്ങളിലെ ഉൽപാദനത്തെ പ്രതികൂലമായി ബാധിക്കും. മരുന്ന് തളിച്ച കർഷകർ പ്രതിരോധ മാർഗം ഒരുക്കുന്നുവെങ്കിലും വരും ദിവസങ്ങളിൽ മഴ തുടർന്നാൽ കാര്യങ്ങൾ കൂടുതൽ പരുങ്ങലിലാകും. മെയ് മാസം അവസാന വാരം പെയ്ത കനത്ത മഴ കാർഷിക മേഖലയ്ക്കാകെ വലിയ നഷ്ടം വരുത്തിയിട്ടുണ്ട്. വാഴ കർഷകർക്കും ഏലം കർഷകർക്കുമാണ് അധികവും നഷ്ടം സംഭവിച്ചത്. ഇതിനൊപ്പമാണ് ജാതി കർഷകരും നഷ്ടക്കണക്കുകളുമായി രംഗത്ത് വന്നിട്ടുള്ളത്. അധികമായി ലഭിച്ച വേനൽ മഴയ്ക്ക് പുറമെ കാലവർഷം എത്തിയതിന് പിന്നാലെ പെയ്ത കനത്ത മഴ കൂടിയായതോടെ ജാതിമരങ്ങളിൽ വെള്ളക്കായ പൊട്ടുന്നതാണ് കർഷകർക്ക് വിനയായിട്ടുള്ളത്. മൂപ്പത്ത് മുമ്പെയാണ് കായകൾ ഇത്തരത്തിൽ ഉപയോഗശൂന്യമായി മാറുന്നത്. ഇത് വരും ദിവസങ്ങളിലെ ഉൽപാദനത്തെ പ്രതികൂലമായി ബാധിക്കും. മരുന്ന് തളിച്ച പ്രതിരോധ മാർഗം ഒരുക്കുന്നുവെങ്കിലും വരും ദിവസങ്ങളിൽ മഴ തുടർന്നാൽ കാര്യങ്ങൾ കൂടുതൽ പരുങ്ങലിലാകുമെന്ന് ജാതി കർഷകർ പറയുന്നു. പക്ഷേ ഇപ്രാവശ്യം മഴ അതിഭയങ്കരം കൊണ്ട് കുറച്ച് കായൊക്കെ കുറച്ച് ചെറുതായിട്ടൊക്കെ ഇതേലും ചെറുതായിട്ട് കാണിച്ചു. കാരണം ആ മഴ കൂടുതൽ ഈ പനിപ്പ് ചെറിയ പനിപ്പുണ്ടായിട്ടാണ്. അപ്പോൾ അതിന് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ബോഡോ 1% ബോഡോ മിശ്രിതം ഇപ്പോൾ ഈ തോർച്ചയുള്ള സമയത്ത് ഇലയും തണ്ടും ശിഖരങ്ങളെല്ലാം നനയത്തക്ക രീതിയിൽ ചോട് വരെ തണ്ടെല്ലാം നനയുന്ന മാതിരി അല്പം മരുന്ന് ചോട്ടിലും കൂടെ ചെല്ലുന്ന രീതിയിൽ നന്നായിട്ട് സ്പ്രേ ചെയ്യണം. അത് 1% ബോഡോ മിശ്രിതം. ഇതല്ല എങ്കിൽ COC കോപ്പർ ഓക്സിക്ലോറൈഡ് അത് 1 ലിറ്ററിന് 3.5 ഗ്രാം 4 ഗ്രാം വരെ ചേർത്ത് സ്പ്രേ ചെയ്യാം. നല്ലപോലെ സ്പ്രേ ചെയ്ത് അല്പം ചോട്ടിലും വീഴാൻ പാകത്തിന് അടിച്ചു വിട്ടാൽ വളരെ നല്ലതാണ്. രോഗപ്രതിരോധം ഉണ്ടാവും. മഴയ്ക്കൊപ്പം ശക്തമായി വീശിയ കാറ്റും ജാതി കർഷകർക്ക് നഷ്ടം സമ്മാനിച്ചിരുന്നു. മൂപ്പത്ത് മുമ്പേ കാറ്റിൽ കായ്കളും പൂക്കളും വലിയ തോതിൽ നിലംപതിച്ചതാണ് നഷ്ടക്കണക്കുകൾക്ക് ഇടവരുത്തിയത്. ജാതിക്കായ്ക്കും പത്രയ്ക്കും മെച്ചപ്പെട്ട വില ലഭിക്കുന്നുവെങ്കിലും ഉൽപാദനം കുറഞ്ഞാൽ ഉയർന്ന വിലയുടെ പ്രയോജനം കർഷകർക്ക് ലഭിക്കുകയില്ല.
ഇത്തവണ ലഭിച്ച വേനൽ മഴ ജാതി കർഷകർക്ക് പ്രതീക്ഷ നൽകിയിരുന്നു. എന്നാൽ പിന്നാലെ എത്തിയ പെരുമഴ ജാതി കർഷകരുടെയും പ്രതീക്ഷകൾ കെടുത്തി. സിറ്റി വിഷൻ, അടിമാലി. ഇനി മനോഹര കാഴ്ചകളുമായി ബ്യൂട്ടി സ്പോട്ട്. മഴ കനക്കുന്നതോടെ ജില്ലയിൽ ആദ്യം തുറക്കുന്ന അണക്കെട്ടുകളിൽ ഒന്നാണ് കല്ലാർകുട്ടി. കല്ലാർകുട്ടി അണക്കെട്ട് തുറക്കുന്നതും വെള്ളം പുറത്തേക്ക് ഒഴുക്കുന്നതൊന്നും പ്രദേശവാസികൾക്ക് പുതുമയുള്ള കാര്യമല്ല. എന്നാൽ വിനോദസഞ്ചാരികളായി എത്തുന്നവർക്ക് കല്ലാർകുട്ടി അണക്കെട്ട് തുറന്ന് വെള്ളം പുറത്തേക്ക് ഒഴുകുന്ന കാഴ്ച കൗതുകമുള്ളതാണ്. ചിത്രങ്ങൾ പകർത്തിയും മതിവരുവോളം കാഴ്ചകൾ കണ്ടുമൊക്കെയാണ് സഞ്ചാരികൾ ഈ സമയം ഇതുവഴി കടന്നു പോകാറുള്ളൂ. മഴ കനത്താലുടൻ കല്ലാർകുട്ടി അണക്കെട്ട് പരമാവധി സംഭരണശേഷിയിലേക്ക് എത്തുന്നതും ഷട്ടർ തുറന്ന വെള്ളം പുറത്തേക്കൊഴുക്കുന്നതും പുതുമയുള്ള കാര്യമല്ല. എന്നാൽ അണക്കെട്ടിന്റെ ഷട്ടറുകൾ തുറന്നിരിക്കുന്ന സമയം ഇതുവഴി യാത്ര ചെയ്യുന്നവർക്ക് ഈ കാഴ്ച ഏറെ കൗതുകം സമ്മാനിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ വിനോദസഞ്ചാരികളായി അടിമാലി കുമളി ദേശീയപാതയിലൂടെ കടന്നു പോകുന്നവർ അണക്കെട്ട് തുറന്നാൽ ഏറെ സമയം ഇവിടെ ചെലവഴിച്ച് കാഴ്ചകൾ ആസ്വദിച്ച് മാത്രമേ കടന്നു പോകാറുള്ളൂ. We are coming to see the dam, and this dam is looking beautiful, and mountains also. You can see this. കല്ലാർകുട്ടി അണക്കെട്ടിന് സമീപത്ത് നിന്ന് മാത്രമല്ല, കല്ലാർകുട്ടി പാലത്തിൽ നിന്നും അണക്കെട്ട് തുറന്ന് വെള്ളം പുറത്തേക്കൊഴുക്കുന്ന കാഴ്ച സഞ്ചാരികൾ ആസ്വദിക്കാറുണ്ട്. അണക്കെട്ട് തുറന്നാൽ വരണ്ടു കിടക്കുന്ന മുതിരപ്പുഴയാറും പുതുജീവൻ കൈവരിക്കും. അണക്കെട്ട് തുറക്കുന്നതോടെ മലയിടുക്കുകൾക്കിടയിലൂടെ വന്യത പൂണ്ടൊഴുകുന്ന മുതിരപ്പുഴയാറിന്റെ കാഴ്ച ആശങ്കയും ഒപ്പം കൗതുകവും ഭംഗിയുമൊക്കെ തോന്നിപ്പിക്കുന്നതാണ്. പച്ചപ്പിനിടയിലൂടെ കലങ്ങി മറിഞ്ഞൊഴുകുന്ന മുതിരപ്പുഴ പെരിയാറുമായി സംഗമിക്കും. അണക്കെട്ട് തുറക്കുന്നതോടെ കാഴ്ചകൾ ആസ്വദിക്കാൻ ആളുകൾ എത്തുമെന്നതിനാൽ ജില്ലാ ഭരണകൂടം ജാഗ്രതാ നിർദ്ദേശവും നൽകാറുണ്ട്. സിറ്റി വിഷൻ, അടിമാലി. ഇടവേള. മൂടിവെക്കപ്പെട്ട സത്യങ്ങൾ, നീതി തേടുന്ന ജനങ്ങൾ, കണ്ടിട്ടും കാണാത്ത അധികൃതർ, തുറന്നു കാട്ടുകയാണ് സിറ്റി വിഷൻ. ഇനിയും പുറത്തു വരാത്ത നേരിന്റെ വലിയ കഥകൾ തേടിയൊരു യാത്ര, ദ ബിഗ് സ്റ്റോറി. കുടിയേറ്റ നാടായ രാജാക്കാട്ടിലേക്ക് എത്തുന്ന വിനോദസഞ്ചാരികൾക്കടക്കം വിശ്രമിക്കുന്നതിനും തങ്ങുന്നതിനും രാജകീയമായ ഒരിടം. സ്കൈലൈൻ ഇൻ, മിനി ആശുപത്രിക്ക് സമീപം, രാജാക്കാട്. 3 നിലകളിലായി എല്ലാവിധ സൗകര്യങ്ങളോടു കൂടിയ വിശാലമായ മുറികൾ. AC, നോൺ AC മുറികൾ ഇഷ്ടാനുസരണം തിരഞ്ഞെടുക്കാം. ആധുനിക രീതിയിലുള്ള കിടക്കകൾ, വിനോദത്തിനായി LED ടിവികൾ, ഷെൽഫും മറ്റ് സൗകര്യങ്ങളും. പ്രകൃതി മനോഹാരിതയുടെ മടിത്തട്ടായ മണ്ണിൽ സുരക്ഷിതവും ആസ്വാദ്യകരവുമായി വിശ്രമിക്കുവാനും തങ്ങാനും ഇനി മറ്റൊരിടം തേടേണ്ട. സ്കൈലൈൻ ഉണ്ട് 24 മണിക്കൂറും നിങ്ങൾക്കായി രാജാക്കാട്ടിൽ. 38 വർഷത്തെ സേവന പാരമ്പര്യവുമായി പാരഡൈസ് ഫാമിലി സലൂൺ രാജാക്കാട് പ്രവർത്തനം ആരംഭിച്ചു. പ്രശസ്ത ടെലിവിഷൻ താരം ലക്ഷ്മി നക്ഷത്ര ഉദ്ഘാടനം നിർവഹിച്ചു. ആധുനിക സൗകര്യങ്ങളോട് കൂടിയ ഹെയർ കട്ടിംഗ്, കളറിംഗ്, കരാറ്റിക്, നാനോ പ്ലാസ്റ്റിക്, ഫാഷൻ കട്ടുകൾ, സ്കിൻ ട്രീറ്റ്മെന്റുകൾ, ഏറ്റവും പുതിയ ലേസർ ട്രീറ്റ്മെന്റുകൾ, കാർബൺ ഫേഷ്യൽ തെറാപ്പികൾ, ബ്രൈഡൽ മേക്കപ്പ്, നെയിൽ ആർട്ട്, മൈക്രോബ്ലേഡിംഗ്, ഐലാഷ് ലിഫ്റ്റിംഗ് തുടങ്ങിയ പ്രീമിയം സർവീസുകൾ കുറഞ്ഞ നിരക്കിൽ രാജാക്കാടിൽ ലഭ്യമാക്കുകയാണ് ലക്ഷ്യം. രാജാക്കാട് കാനറ ബാങ്കിന് സമീപം ചെമ്പക്കര ബിൽഡിംഗിലാണ് പാരഡൈസ് ഫാമിലി സലൂൺ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത്. ഫോർ മോർ ഡീറ്റെയിൽസ് കോൺടാക്ട് നൗ. അന്ന് അവളുടെ മുഖത്ത് കണ്ട ചിരി അതൊരു വിശ്വാസത്തിന്റെ പാരമ്പര്യമാണ്. നിങ്ങളുടെ സ്നേഹം പോൽ പരിശുദ്ധമായ സ്വർണം വിശ്വസ്തയോടെ ആലുങ്കൽ ജ്വല്ലറി, NH റോഡ്, അടിമാലി. ഞങ്ങൾ നഗരമധ്യത്തിലല്ല, ജനമധ്യത്തിലാണ്. 62.5% നാച്ചുറൽ പ്രോട്ടീനും അനിമൽ പ്രോട്ടീനും തേനുമടങ്ങിയ കരാബിയോൺ ചെറുതും വലുതുമായ അമിനോ ആസിഡ് പെപ്റ്റൈഡ് ചെയിനുകളുടെ സമ്മിശ്ര ശേഖരമാണ്. ചെടികളെയും വിളകളെയും രോഗകീടങ്ങളിൽ നിന്നും സമ്മർദ്ദത്തിൽ നിന്നും സംരക്ഷിച്ച് പ്രകൃതിദത്ത മെറ്റബോളിസത്തെ വർദ്ധിപ്പിക്കുന്നു. ആരോഗ്യകരമായ വളർച്ചയെ സഹായിക്കുന്ന കരാബിയോൺ ഉള്ളപ്പോൾ പിന്നെന്തിനാണ് അമിത മരുന്നും വളപ്രയോഗവും? കർഷകരുടെ വിശ്വാസമാർജിച്ച ഒരു വൈറ്റ് ഫീൽഡ് ഇന്റർനാഷണൽ ഉൽപ്പന്നം. വീണ്ടും വാർത്തയിലേക്ക്.
ഭൗമസൂചിക പദവി ലഭിച്ച സംസ്ഥാനത്തെ ആദ്യ ഗോത്രവർഗ ഉൽപ്പന്നമായ കണ്ണാടിപ്പായയ്ക്ക് പ്രിയമേറുന്നു. കേരളത്തിലെ ആദിവാസി വിഭാഗങ്ങളായ ഊരാളി, മന്നാൻ, മുതുവ, കാടർ എന്നീ ഗോത്രവിഭാഗക്കാർ നെയ്തുണ്ടാക്കുന്ന ഒരിനം പായയാണ് കണ്ണാടിപ്പായ. ഇടുക്കി ജില്ലയിൽ കഞ്ഞിക്കുഴി പഞ്ചായത്തിലെ പാലപ്ലാവ് എന്ന പ്രദേശത്തെ ഉണർവ് പട്ടികവർഗ വിവിധ ഉദ്ദേശ സഹകരണ സംഘം, ഉപ്പുകുന്ന് മൂലക്കാടിലെ വനശ്രീ ബാംബു ക്രാഫ്റ്റ് ആൻഡ് വനവിഭവ ശേഖരണ യൂണിറ്റ് എന്നീ 2 സംഘങ്ങളാണ് കണ്ണാടിപ്പായ നിർമ്മിക്കുന്നത്. സാധാരണയായുള്ള പുൽപ്പായ, തഴപ്പായ എന്നിവയിൽ നിന്ന് വ്യത്യസ്തമായാണ് ഇവയുടെ നെയ്ത്ത്. പൂർണ്ണമായും കൈകൊണ്ടാണ് നിർമ്മാണം. പ്രത്യേകം പാകമായ അപൂർവമായ ഞൂഞ്ഞലീറ്റ അഥവാ മെയ്യീറ്റ എന്ന പ്രത്യേകതരം ഈറ്റയുടെ കനം കുറഞ്ഞ മിനുസപ്പെടുത്തിയ പാളികൾ ഉപയോഗിച്ച് പ്രത്യേക രീതിയിൽ തഴയാക്കിയെടുത്താണ് ഇവ നെയ്യുന്നത്. 1.5 വർഷമായ ഈറ്റയും പഴുത്ത ഈറ്റയുമാണ് നിർമ്മാണത്തിന് ഉപയോഗിക്കുന്നത്. ഇവ മടക്കുകയോ ഒടിക്കുകയോ ചെയ്യാം. 10 വർഷം വരെ നിലനിൽക്കുന്ന ഈ പായയ്ക്ക് നല്ല തണുപ്പാണ്. മുളവർഗത്തിലാണ് ഞൂഞ്ഞലീറ്റ ഉൾപ്പെടുന്നത്. കണ്ണാടി പോലെ തിളങ്ങുകയും മിനുസമുള്ളതുമാണ് കണ്ണാടിപ്പായ. ഇതിൽ പതിക്കുന്ന പ്രകാശം കണ്ണാടി പോലെ പ്രതിഫലിക്കുമെന്നതിനാലാണ് ഈ പേര് വന്നത്. 6 അടി നീളവും 4 അടി വീതിയുമുള്ള കണ്ണാടിപ്പായ ഒരു കൈവണ്ണത്തിലുള്ള ഈറ്റക്കുഴലിൽ ചുരുട്ടി സൂക്ഷിക്കാനുമാകും. 1 മാസത്തോളം സമയമെടുക്കും ഇവ നെയ്യാൻ. 6 അടി നീളവും 4 അടി വീതിയിലുമുള്ള പായയ്ക്ക് 30,000-ഓളം രൂപ വില വരും. പായ ഉപയോഗിച്ച് ക്ലോക്ക്, ഫ്ലവർ വേസ്, ട്രേകൾ തുടങ്ങിയ കരകൗശല ഉൽപ്പന്നങ്ങളും നിർമ്മിക്കുന്നുണ്ട്. 1 സ്ക്വയർ ഫീറ്റിന് 5,000 രൂപ മുതലാണ് ഇവയുടെ വില. കഞ്ഞിക്കുഴി പഞ്ചായത്തിലെ പാലപ്ലാവ് എന്ന പ്രദേശത്തെ ഉണർവ് പട്ടികവർഗ വിവിധ ഉദ്ദേശ സഹകരണ സംഘം, ഉപ്പുകുന്ന് മൂലക്കാടിലെ വനശ്രീ ബാംബു ക്രാഫ്റ്റ് ആൻഡ് വനവിഭവ ശേഖരണ യൂണിറ്റ് എന്നീ 2 സംഘങ്ങളാണ് കണ്ണാടിപ്പായ നിർമ്മിക്കുന്നത്. മലമ്പുഴയിൽ നടന്ന പട്ടികജാതി പട്ടികവർഗ സംസ്ഥാനതല സംഗമത്തിൽ കണ്ണാടിപ്പായയുടെ ഭൗമസൂചിക പ്രഖ്യാപനവും ലോഗോ പ്രകാശനവും മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിച്ചിരുന്നു. ഇടുക്കി, കഞ്ഞിക്കുഴി, വെൺമണി, പാലപ്ലാവ് ഉണർവ് സ്വയം സഹായ സംഘം സെക്രട്ടറി കണ്ണപ്പനും പ്രതിനിധി നീലിയും ഉപ്പുകുന്ന് വനശ്രീ സ്വയം സഹായ സംഘം പ്രവർത്തകരായ സുനിലും അംബുജവും ചേർന്നാണ് മുഖ്യമന്ത്രിയിൽ നിന്ന് ഭൗമസൂചിക സർട്ടിഫിക്കറ്റ് ഏറ്റുവാങ്ങിയത്. സിറ്റി വിഷൻ, ഇടുക്കി. ദേശീയപാത 85 നവീകരണത്തിന്റെ ഭാഗമായി പള്ളിവാസലിന് സമീപം നിർമ്മിച്ച സംരക്ഷണ ഭിത്തി തകർന്നു. നിർമ്മാണ ശേഷം മണ്ണിട്ട് വീതി കൂട്ടിയ ഭാഗത്താണ് സംരക്ഷണ ഭിത്തിക്ക് കേടുപാടുകൾ സംഭവിച്ചത്. നേര്യമംഗലം മുതൽ മൂന്നാർ വരെയുള്ള ഭാഗത്ത് റോഡിന്റെ ഒട്ടുമിക്ക ഇടങ്ങളിലും സംരക്ഷണ ഭിത്തി നിർമ്മിച്ചാണ് റോഡ് നവീകരണം പുരോഗമിക്കുന്നത്. അടിമാലി, മൂന്നാർ മേഖലകളുടെ വികസനത്തിന് പ്രതീക്ഷ നൽകിയാണ് ദേശീയപാത 85 നവീകരണ ജോലികൾ പുരോഗമിക്കുന്നത്. റോഡിന്റെ ഇരുഭാഗത്തും സുരക്ഷാ ഭിത്തികൾ നിർമ്മിച്ചും ഓടകൾ നിർമ്മിച്ചുമാണ് നവീകരണ ജോലികൾ നടക്കുന്നത്. നേര്യമംഗലം മുതൽ മൂന്നാർ വരെയുള്ള ഭാഗത്ത് റോഡിന്റെ ഒട്ടുമിക്കയിടങ്ങളിലും സംരക്ഷണ ഭിത്തി നിർമ്മിച്ചാണ് റോഡ് നവീകരണം പുരോഗമിക്കുന്നത്. ഇതിൽ പള്ളിവാസലിന് സമീപം നിർമ്മിച്ച സംരക്ഷണ ഭിത്തിക്കാണ് കേടുപാടുകൾ സംഭവിച്ചിട്ടുള്ളത്. നിർമ്മാണ ശേഷം മണ്ണിട്ട വീതി കൂട്ടിയ ഭാഗത്താണ് സംരക്ഷണ ഭിത്തി തകർന്നത്. കൊച്ചി മുതൽ മൂന്നാർ വരെ 125 കിലോമീറ്റർ ദൈർഘ്യത്തിലാണ് പദ്ധതി നടപ്പിലാക്കുന്നത്. 910 കോടി രൂപയ്ക്കാണ് പദ്ധതിയുടെ കരാർ ഏറ്റെടുത്തിരിക്കുന്നത്. പദ്ധതിയുടെ 110 കിലോമീറ്റർ ദൂരവും വീതി കൂട്ടി നവീകരിക്കാൻ ലക്ഷ്യമിടുന്നു. പാതമുഖം മിനുക്കുന്നതോടെ അടിമാലിയുടെയും മൂന്നാറിന്റെയും വാണിജ്യ മേഖലയ്ക്കും വിനോദസഞ്ചാര മേഖലയ്ക്കും കരുത്താകും. നേര്യമംഗലത്തെ പുതിയ പാലവും പദ്ധതിയിൽ ഉൾപ്പെടുത്തി നിർമ്മിക്കുന്നുണ്ട്. ഇതിന്റെ പ്രവർത്തനങ്ങൾ പുരോഗമിക്കുകയാണ്. 5 സ്നാപ്പുകളിലായി 42.80 മീറ്റർ നീളത്തിൽ 13 മീറ്റർ വീതിയിലുമാണ് പുതിയ പാലത്തിന്റെ നിർമ്മാണം. സിറ്റി വിഷൻ, ആനച്ചാൽ. വൈസ്കിംഗ് മൂവീസിന്റെ ബാനറിൽ വിക്ടർ ആദം തിരക്കഥ എഴുതി സംവിധാനം ചെയ്യുന്ന രാജകന്യക സിനിമയുടെ ടീസർ പുറത്തിറക്കി. കേരള തമിഴ്നാട് അതിർത്തി ഗ്രാമത്തിന്റെ പശ്ചാത്തലത്തിലാണ് ചിത്രമൊരുങ്ങുന്നത്. ഫാന്റസി ത്രില്ലർ വിഭാഗത്തിൽപ്പെടുന്ന ചിത്രം കുടുംബ പ്രേക്ഷകർക്കും പുതുതലമുറയ്ക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന രീതിയിലാണ്
ഒരുക്കിയിരിക്കുന്നത്. ജൂലൈ ആദ്യവാരം ചിത്രം 4 ഭാഷകളിൽ തിയേറ്ററുകളിലെത്തും. പ്രകൃതി മനോഹാരിത കൊണ്ട് സമ്പന്നമായ കേരള തമിഴ്നാട് അതിർത്തി പങ്കിടുന്ന കുടിയേറ്റ ഗ്രാമത്തിന്റെ പശ്ചാത്തലത്തിലാണ് പ്രമുഖ സംവിധായകൻ വിക്ടർ ആദം തിരക്കഥ എഴുതി സംവിധാനം ചെയ്യുന്ന രാജകന്യക എന്ന സിനിമ ഒരുങ്ങുന്നത്. ജൂലൈ ആദ്യവാരം തിയേറ്ററുകളിലൂടെ പ്രേക്ഷകരിലേക്ക് എത്തും. ചിത്രത്തിന്റെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ പുറത്തിറങ്ങിയതിനു ശേഷമാണ് കഴിഞ്ഞ ദിവസം ടീസർ റിലീസ് ചെയ്തത്. പ്രമുഖ താരനിര തന്നെയാണ് രാജകന്യയിൽ വെള്ളിത്തിരയിലെത്തുന്നത്. ஒரு நல்ல மேய்ப்பனால தான் திரும்பி கொண்டு வர முடியும். இடையனை அடிச்சால் ஆடுகள் சிதறிப்போம். ദൈവാത്മാവിന്റെ പ്രചോദനത്താൽ ജെൽസൺ ജിനു, വിക്ടർ ജോസഫ് എന്നിവരുടെ വരികൾക്ക് സംഗീതം നൽകിയിരിക്കുന്നത് അരുൺ വെൺപാലയാണ്. രഞ്ജിൻ രാജ് പശ്ചാത്തല സംഗീതം ഒരുക്കിയിരിക്കുന്ന ചിത്രത്തിൽ പ്രധാന ഗാനം ആലപിച്ചിരിക്കുന്നത് KS ചിത്ര. കൂടാതെ മെറിൻ ഗ്രിഗറി, അന്ന ബേബി, രഞ്ജൻ രാജ്, വിൽസൺ പിറവം എന്നിവരും ചിത്രത്തിലെ ഗായക നിരയിലുണ്ട്. ക്യാമറ കൈകാര്യം ചെയ്തിരിക്കുന്നത് അരുൺകുമാർ, ആന്റണി ജോസഫ് എന്നിവരാണ്. എഡിറ്റർ മരിയ വിക്ടർ, ആർട്ട് ഡയറക്ടർ സീമോൻ, പ്രൊഡക്ഷൻ കൺട്രോളർ ജോസ് വരാപ്പുഴ, മേക്കപ്പ് മനോജ് അങ്കമാലി, അസോസിയേറ്റ് ഡയറക്ടർ ദിലീപ് പോൾ, കോസ്റ്റ്യൂംസ് സിജി തോമസ് നോബൽ, ഷാജി കൂനമാവ് എന്നിവർ കൈകാര്യം ചെയ്തപ്പോൾ സംഘടനം സംവിധാനം നിർവഹിച്ചത് അഷറഫ് ഗുരുക്കളാണ്. പോസ്റ്റ് പ്രൊഡക്ഷൻ വർക്കുകൾ പൂർത്തിയാക്കിയ ചിത്രം ജൂലൈ ആദ്യവാരം തിയേറ്ററിലെത്തും. മലയാളത്തിന് പുറമെ തമിഴ്, ഹിന്ദി, ഇംഗ്ലീഷ് എന്നീ ഭാഷകളിലും ഒരുങ്ങുന്ന ചിത്രം വേൾഡ് വൈഡ് റിലീസാണ് ലക്ഷ്യമിടുന്നത്. ഐതിഹ്യങ്ങളും അത്ഭുതങ്ങളും നിറഞ്ഞ സമുദ്രഗിരി ഗ്രാമത്തിന്റെ കഥ പറയുന്ന രാജകന്യയെ വരവേൽക്കാൻ കാത്തിരിക്കുന്ന പ്രേക്ഷകർക്ക് നല്ലൊരു ദൃശ്യ വിരുന്നൊരുക്കുവാൻ കഴിയുമെന്ന പ്രതീക്ഷയിലാണ് ചിത്രത്തിന്റെ അണിയറ പ്രവർത്തകർ. എന്റർടൈൻമെന്റ് ഡെസ്ക്, സിറ്റി വിഷൻ. അടിമാലി ബസ് സ്റ്റാൻഡിന്റെ വിവിധ ഭാഗങ്ങളിൽ രൂപം കൊണ്ടിട്ടുള്ള കുഴികൾ വാഹനങ്ങൾക്കും യാത്രക്കാർക്കും തലവേദനയാകുന്നു. മഴ പെയ്തതോടെ കുഴികളിൽ വെള്ളം നിറയുക കൂടി ചെയ്ത് ബസ് സ്റ്റാൻഡിലെത്തുന്നവരെ വലയ്ക്കുന്നു. കോൺക്രീറ്റ് ചെയ്ത ഈ കുഴികൾ നികത്താൻ നടപടി വേണമെന്നാണ് ആവശ്യം. ദിവസവും നിരവധിയായ സ്വകാര്യ ബസ്സുകളും KSRTC ബസ്സുകളും വന്നു പോകുന്ന ഇടമാണ് അടിമാലിയിലെ സ്വകാര്യ ബസ് സ്റ്റാൻഡ്. വിദ്യാർത്ഥികളും വിനോദസഞ്ചാരികളുമടക്കം ആയിരക്കണക്കിന് ആളുകളും ഇതുവഴി യാത്ര ചെയ്യുന്നു. ഇവർക്കൊക്കെയും ദുരിതം സമ്മാനിച്ചാണ് ബസ് സ്റ്റാൻഡിലെ വിവിധ ഭാഗങ്ങളിൽ കുഴികൾ രൂപം കൊണ്ടിട്ടുള്ളത്. മഴ പെയ്യുക കൂടി ചെയ്തതോടെ രൂപം കൊണ്ടിട്ടുള്ള കുഴികളിൽ വെള്ളം നിറഞ്ഞ സ്ഥിതിയുണ്ട്. കോൺക്രീറ്റ് ചെയ്ത ഈ കുഴികൾ നികത്താൻ നടപടി വേണമെന്നാണ് ആവശ്യം. ആയിരക്കണക്കിന് ആൾക്കാർ ആശ്രയിക്കുന്ന ഏക ഒരു ബസ് സ്റ്റാൻഡാണ് അടിമാലി ബസ് സ്റ്റാൻഡ്. അടിമാലി ബസ് സ്റ്റാൻഡിൻ്റെ ഏറ്റവും വലിയ ദുരവസ്ഥയാണ് ഗർത്തങ്ങൾ പോലുള്ള മതിയായ കുഴികൾ. ഇവിടെ ഇന്ന് ദൈനംദിനമായിട്ട് ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന പറഞ്ഞിട്ടുണ്ടെങ്കിൽ യാത്രക്കാരും വിദ്യാർത്ഥികളോടും അനേകം ആൾക്കാർക്ക് ആ ഒരു കുഴി വളരെ ബുദ്ധിമുട്ടുണ്ടായിരിക്കും. കുഴികളിലെ വെള്ളക്കെട്ടാണ് യാത്രക്കാരെ കൂടുതലായി വലിക്കുന്നത്. വാഹനങ്ങൾ കുഴികളിൽ ചാടുമ്പോൾ യാത്രക്കാരുടെ ശരീരത്തെ വെള്ളം തെറിക്കുന്നത് വാക്കുതർക്കങ്ങൾക്ക് വരെ ഇടവരുത്തുന്നു. മഴക്കാലമായതിനാൽ ദിവസം കഴിയുന്തോറും കുഴികളുടെ വിസ്തൃതിയും ആഴവും വർദ്ധിക്കുന്ന സ്ഥിതിയുമുണ്ട്. കുഴികളടച്ച് സ്റ്റാൻഡിലെത്തുന്ന യാത്രക്കാരുടെ ദുരിതം ഒഴിവാക്കണമെന്നാണ് ആവശ്യം. സിറ്റി വിഷൻ, അടിമാലി. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. വനിതാ പോലീസ് ഉദ്യോഗസ്ഥ വസ്ത്രം മാറുന്നത് ഒളിക്യാമറയിൽ പകർത്തി ഭീഷണിപ്പെടുത്തിയ പോലീസ് ഉദ്യോഗസ്ഥൻ അറസ്റ്റിൽ. വണ്ടിപ്പെരിയാർ സ്റ്റേഷനിലെ വൈശാഖാണ് അറസ്റ്റിലായത്. വൈശാഖിനെ സസ്പെൻഡ് ചെയ്തു. ഗവർണർക്കെതിരെ പ്രതിഷേധം ശക്തമാക്കി CPI, AIYF സംഘടനകൾ. മൂന്നാറിലെത്തിയ ഗവർണറെ പ്രവർത്തകർ കരിങ്കൊടി കാണിച്ചു. ഗോ ബാക്ക് വിളികളോടെയാണ് കരിങ്കൊടി കാട്ടിയത്. കാട്ടുപന്നിക്കൂട്ടത്തിന്റെ ആക്രമണത്തിൽ സ്കൂട്ടർ യാത്രികനായ യുവാവിന് പരിക്ക്. മയിലാടുംപാറ മാലിക്കുടിയിൽ അനൂപ് ജോർജിനാണ് പരിക്കേറ്റത്. അനൂപിന്റെ കാലിനും കൈക്കും ഗുരുതര പരിക്കുണ്ട്.
കാലവർഷത്തിലുണ്ടായ കൃഷിനാശത്തിന് കർഷകർക്ക് വേണ്ട ധനസഹായം നൽകുന്നത് വേഗത്തിലാക്കുമെന്നും സംസ്ഥാന കൃഷി വകുപ്പ് മന്ത്രി പി പ്രസാദ് ഉറപ്പ് നൽകിയെന്ന് CPI ജില്ലാ സെക്രട്ടറി കെ സലിംകുമാർ. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം. വിളകളുടെ കരുത്തുറ്റ വളർച്ചയ്ക്കും മണ്ണിലെ ജൈവഘടന നിലനിർത്തുന്നതിനും അഴുകൽ, തട്ടമറിച്ചിൽ ഇവയെ പ്രതിരോധിക്കുന്നതിനും സഹായിക്കുന്നു. നിർമ്മാതാക്കൾ ശ്രീലക്ഷ്മി എന്റർപ്രൈസസ്, ആമയാർ. KG's Jewelry, കോട്ടയം കട, സിൻസ് 1950. പരിശുദ്ധ സ്വർണം വിശ്വസ്ത കരങ്ങളിലൂടെ. ആ ഷോപ്സ് കട്ടപ്പന, ചെറുതോണി, അടിമാലി, നെടുങ്കണ്ടം, രാജാക്ക. 1.5 പതിറ്റാണ്ടിലേറെയായുള്ള സേവന പാരമ്പര്യവുമായി ഡോക്ടേഴ്സ് ക്ലിനിക്കൽ ആൻഡ് ഡയഗ്നോസ്റ്റിക് ലബോറട്ടറി, രാജാക്കാട്. ഹൈടെക് മെഷീനറികളുടെ സഹായത്തോടെ രോഗനിർണയം ഇനി കുറഞ്ഞ സമയത്തിനുള്ളിൽ. 300 mA ഫുൾ റൂം എക്സ്റേ ആൻഡ് 12 ചാനൽ ഡിജിറ്റൽ ECG. വിവിധ രോഗനിർണയങ്ങൾക്കായി മൾട്ടി സ്പെഷ്യാലിറ്റി ലബോറട്ടറി. എല്ലാവിധ ലബോറട്ടറി ടെസ്റ്റുകളും സ്പെഷ്യൽ ടെസ്റ്റുകളും 1 മണിക്കൂറിനുള്ളിൽ. വിവിധ ചെക്കപ്പ് പാക്കേജുകൾ. വിദഗ്ധ ടെക്നീഷ്യന്മാരുടെ നേതൃത്വത്തിൽ 100% ക്വാളിറ്റിയോടുകൂടിയുള്ള ടെസ്റ്റ് റിസൾട്ടുകൾ. 10% മുതൽ 50% വരെ വിലക്കുറവിൽ ഇംഗ്ലീഷ് മരുന്നുകൾ ലഭ്യമാക്കാൻ സഹകാർ മെഡിക്കൽസ് ആൻഡ് സർജിക്കൽസ്, SNDP ഷോപ്പിംഗ് കോംപ്ലക്സ്, DCDL മൾട്ടി സ്പെഷ്യാലിറ്റി ലബോറട്ടറിക്ക് സമീപം, പഞ്ചായത്ത് റോഡ്, രാജാക്കാട്. ഡോക്ടേഴ്സ് ക്ലിനിക്കൽ ആൻഡ് ഡയഗ്നോസ്റ്റിക് ലബോറട്ടറി, രാജാക്കാട്. ഏറ്റവും കുറഞ്ഞ വിലയിൽ എല്ലാ മെറ്റീരിയൽസും ഉത്തരവാദിത്തത്തോടുകൂടി സൈറ്റിലെത്തിച്ച് നൽകും. കരുത്തു പകരുന്നു തലമുറകളോളം. NK ട്രേഡിംഗ് കമ്പനി, ഇരട്ടയാർ. ഹാപ്പി ബർത്ത്ഡേ പപ്പ. ഇത് എന്നതടി കൊച്ചെ? ഇത് പപ്പയുടെ തലവര മാറ്റുന്നൊരു ഗിഫ്റ്റാ. ഇതോടെ എല്ലാ പ്രശ്നവും മാറും. ഇവൻ കനിയാതെ നമ്മുടെ പ്രശ്നം തീരില്ല മോളെ. പപ്പ ഇതാദ്യം ഒന്ന് തുറന്നു നോക്ക്. പപ്പ ഇത് ഉപയോഗിച്ച് നോക്ക്. പപ്പയുടെ ഇലച്ചെടികൾ ഇനി 100 മേനി വിളവ് തരും. ഇതെന്റെ ഉറപ്പല്ല, ഉപയോഗിച്ച് വിജയിച്ച 100 കണക്കിന് കർഷകരുടെ ഉറപ്പാ. ശക്തമായ വേരുപടലവും കരുത്തുറ്റ ചിമ്പുകളും ചരങ്ങളും ഇന്ദ്രജാലിലൂടെ ചെടിയിൽ നിറയെ പൂക്കളും അതുവഴി ധാരാളം കായ്ഫലവും ഉണ്ടാകാൻ അമിമാക്സ്. ചെടിയുടെ സമഗ്ര വളർച്ചയ്ക്കും കരുത്തിനും ചമത്കാർ. ഒരു ഹൈഫീൽഡ് AG ഉൽപ്പന്നം. കേരളത്തിലെ അംഗീകൃത വിതരണക്കാർ അഗ്രോ പാർക്ക്, നെടുങ്കണ്ടം. ജില്ലയിലെ എല്ലാ കൃഷിമരുന്ന് കടകളിലും ലഭ്യമാണ്. അന്ന് അവളുടെ മുഖത്ത് കണ്ട ചിരി, അതൊരു വിശ്വാസത്തിന്റെ പാരമ്പര്യമാണ്. നിങ്ങളുടെ സ്നേഹം പോൽ പരിശുദ്ധമായ സ്വർണം വിശ്വസ്തയോടെ ആലുങ്കൽ ജ്വല്ലറി, NH റോഡ്, അടിമാലി. ഞങ്ങൾ നഗരമധ്യത്തിലല്ല, ജനമധ്യത്തിലാണ്.